സുജൂദിൽ 7 അവയവങ്ങൾ നിലത്തു വെക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 7 അവയവങ്ങളിന്മേൽ ആണ് സുജൂദ് ചെയ്യേണ്ടത്. ഇരു കൈകൾ, ഇരു കൈപ്പത്തികൾ, ഇരു കാൽമുട്ടുകൾ, ഇരു കാൽപാദങ്ങൾ, 6 അവയവങ്ങളായി. ഇരു കൈപ്പത്തികൾ, ഇരു കാൽമുട്ടുകൾ, ഇരു കാൽപ്പത്തികൾ, 6 അവയവങ്ങൾ. 7ാമത്തത് മുഖമാണ്. മുഖം എന്ന് പറഞ്ഞാൽ നെറ്റിയും മൂക്കും നിലത്ത് സ്പർശിക്കുക. ഈ രൂപത്തിൽ ആണ് സുജൂദ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപം അതാണ്. സുജൂദിൽ കൈപ്പത്തികൾ വെക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ കൈപ്പത്തികൾക്കിടയിലാണ് സുജൂദ് ചെയ്യേണ്ടത്. കൈപ്പത്തികൾ വിരലുകൾ ചേർത്ത് വെക്കുകയും കൈ നിവർത്തുക, കൈ ചുരുട്ടിയിട്ടുള്ള കൈ നിവർത്തുക, വിരലുകൾ ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ 2 കൈകൾ ഒന്നുകിൽ ചെവികളുടെ നേരെ അല്ലെങ്കിൽ ചുമലുകളുടെ നേരെ വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ കൈയിൻ്റെ കൈത്തണ്ട, കൈപ്പത്തി കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം, മുട്ടുവരെയുള്ള ഭാഗം, അത് തറയിൽ അമരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ഉയർത്തി വെക്കുക. പല ആളുകളും അത് തറയിൽ ചേർത്ത് വെക്കുന്നത് കാണാറുണ്ട്. പലപ്പോഴും അത് സംഭവിക്കാറുള്ളത് കൈ വല്ലാതെ മുന്നിലേക്ക് വെച്ചാലാണ്. കൈ വല്ലാതെ മുന്നിലേക്ക്, ചെവിയും കടന്ന് മുകളിലേക്ക് പോയാൽ ഇങ്ങനെ സംഭവിക്കാനിടയുണ്ട്. അത് ചെവിക്ക് നേരെ വെക്കുക, ചുമലുകൾക്ക് നേരെ വെക്കുക. അതുപോലെ ഈ കൈത്തണ്ട അത് ഉയർത്തി വെക്കുക, അത് തറയിൽ സ്പർശിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്.